നമസ്കാരം. തണലോരം ബ്ലോഗ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കൂനയിൽ ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുന്നുവെന്ന് ഒരു സുഹൃത്ത് മുഖേന ഞാൻ അറിയാൻ ഇട വന്നു. ഞാനിപ്പം ബേബി അമ്മയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഒരു വഴി പോലും സൗകര്യമില്ലാത്തൊരു വീട്ടിലാണ്. ഇതാണ് അവരുടെ വീട്. ഈ ഷെഡിലാണ് അവർ താമസിക്കുന്നത്. ഒരു ബേബി അമ്മയുടെ വീടാണ്. മണിച്ചേട്ടനാണ്. ഇതാണ് ബേബി അമ്മ. 7 വർഷമായിട്ട് സ്തംഭിച്ച് കിടപ്പിലാണ്. ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരു നിവൃത്തിയില്ല. മണിച്ചേട്ടനാണെങ്കിൽ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും 6-7 വർഷം കൊണ്ട് ജോലിക്കൊന്നും പോകാതെ ഹാർട്ടിന് പ്രോബ്ലമാണ്. അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് അവർ ഈ ഷെഡിൽ കഴിഞ്ഞു കൂടുന്നത്. ഇഷ്ടപ്പെട്ട അമ്മ? ഇഷ്ടപ്പെട്ടു. എനിക്ക് മോനില്ലാത്ത എനിക്ക് എന്റെ സങ്കടം തീർന്നു. പേടിക്കണ്ട, എനിക്കും അങ്ങനെ ആരുമില്ല. ഇനി ധൈര്യമായിട്ട് എനിക്ക് അമ്മയെന്ന് വിളിക്കാമല്ലോ. ഓക്കെ. സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്തോണ്ട് വന്നത്. ഇവിടെ വന്ന് ഇവരെ അവസ്ഥയെ കണ്ട ഒരു കൊച്ചുമക്കളെ 2 പൊടി പിള്ളേരാണ്. അപ്പൊ അവരെ ഞാൻ ഇതില് വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല. എനിക്ക് സങ്കടമായി പിള്ളേരെ കണ്ടപ്പം. അപ്പം അവർക്ക് ഡ്രസ്സ് അങ്ങനെ കാര്യമൊന്നും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പം അവർക്ക് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഒരു ഓണസമ്മാനം അപ്പച്ചാ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം. എനിക്ക് ആ പിള്ളേരെ കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ അറിഞ്ഞില്ല നിങ്ങളെ 2 പേരും മാത്രമാണ് ഈ വീട്ടിലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എടുത്ത് കൊടുക്കണം കേട്ടോ. എന്റെ സങ്കടം മാറി. എനിക്ക് ആമക്കൾ പോലും ഇല്ല, ഒരു പെങ്കച്ചാന്നുള്ളത്. എനിക്കുള്ള ആ ഒരു വിഷമം മാറി. ആമക്കളില്ലാത്തോണ്ട് എനിക്ക് കൊണ്ടുതന്ന ഓണക്കോഴി ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ചു. ഞാൻ മരിക്കുന്നുമ്പോ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം കിട്ടിയല്ലേ. ആരും കൊണ്ട് തരാനില്ല മക്കളെ. എന്റെ മോൻ കൊണ്ട് തന്നു. എനിക്ക് സന്തോഷമായിട്ട് ഞാൻ മേടിച്ചു. ഞങ്ങളെ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലാത്ത